ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള പദ്ധതിയിലാണ് ഒരു രാജ്യം. അത് വേറാരുമല്ല, അഫ്ഗാനിസ്ഥാനാണ്. വ്യാപാര നിക്ഷേപ ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല വ്യാപാര ബന്ധം സ്ഥാപിക്കണമെന്ന് അഫ്ഗാനിലെ വ്യവസായികളുടെ സംഘടനയാണ് ആവശ്യപ്പെട്ടത്. അഫ്ഗാൻ വ്യവസായികളുടെ ബിസിനസ് വിസ നടപടികൾ ലഘൂകരിക്കണം, സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കണമെന്നും അഫ്ഗാനിലെ ഇന്ത്യൻ സ്ഥാനപതി യതിൻ പട്ടേലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അഫ്ഗാനിസ്ഥാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ സെയ്ദ് കരീം ഹാംഷിം ആവശ്യപ്പെട്ടു. ഇതിനോട് ഇന്ത്യ പോസിറ്റീവ് നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ട്രാൻസിറ്റ് വ്യാപാരം കുത്തനെ ഇടിഞ്ഞ കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ വിവരങ്ങളും പുറത്തുവരുന്നത്. ഒരു രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങൾ മറ്റൊരു രാജ്യത്തെത്തിച്ച് കയറ്റുമതി നടത്തുന്ന വ്യാപാര രീതിയാണ് ട്രാൻസിറ്റ്. പൂർണ്ണമായും കരബന്ധിതമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെയും ഇറാന്റെയും തുറമുഖങ്ങൾ വഴിയാണ് വിദേശ വ്യാപാരം നടത്തുന്നതും. താലിബാൻ ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് 2021 പാകിസ്ഥാനിലൂടെ $500 കോടി ട്രാൻസിറ്റ് വ്യാപാരമാണ് അഫ്ഗാൻ നടത്തിയത്. പുതിയ കണക്കുകൾ പ്രകാരം ഇത് $36.7 കോടി ഇടിഞ്ഞു. ഈ കാലയളവിൽ വ്യാപാരം നടന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 89,000-ൽ നിന്ന് 11,592 കുറഞ്ഞതായും കണക്കുകളുണ്ട്. 2025 സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അഫ്ഗാൻ അതിർത്തി പാകിസ്ഥാൻ അടച്ചിരുന്നു. അഫ്ഗാൻ അധികൃതർ ഈ സമയത്ത് ഇറാനുമായും ഇന്ത്യയുമായും കൂടുതൽ അടുത്തു. ഇതാണ് വ്യാപാര കണക്കുകൾ കുറയാനുള്ള പ്രധാന കാരണം. എന്നാൽ പാകിസ്ഥാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ കണ്ടെയ്നർ നീക്കത്തിൽ കുറവുണ്ടായെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2017 സാമ്പത്തിക വർഷത്തിൽ 60,500 കണ്ടെയ്നറുകളാണ് പാകിസ്ഥാനിലൂടെ പോയത്. ഇത് 2021 89,000 വർദ്ധിച്ചു. താലിബാൻ അധികാരം തുടങ്ങിയതിന് പിന്നാലെ 2023 1,02,886 കണ്ടെയ്നറുകളായും വർദ്ധിച്ചു. തൊട്ടടുത്ത വർഷം ഇത് കുത്തനെ ഇടിഞ്ഞു. 2024 54,114 കണ്ടെയ്നറുകളും 2025 42,559 കണ്ടെയ്നറുകളുമാണ് അഫ്ഗാന്റേതായി പാകിസ്ഥാനിലൂടെ കടന്നുപോയത്. പാകിസ്ഥാനി തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അഫ്ഗാൻ തീരുമാനിച്ചതാണ് വ്യാപാര കണക്കുകൾ കുറച്ചതെന്ന് വിലയിരുത്തലുകളുണ്ട്. പാക് അഫ്ഗാൻ രാഷ്ട്രീയ തർക്കങ്ങളും ഇതിനിടയിലുണ്ടായി. അതേസമയം ഇന്ത്യയും അഫ്ഗാനുമായുള്ള വ്യാപാരം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നും കണക്കുകൾ പറയുന്നുണ്ട്. ഇറാനിൽ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖം വഴിയാണ് കരബന്ധിതമായ അഫ്ഗാനിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. ചബഹാർ തുറമുഖത്ത് നിന്ന് ചരക്ക് നീക്കം സാധ്യമാക്കാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് 218 കിലോമീറ്റർ നീളമുള്ള സർജാങ് ദലേറാം ഹൈവേയും ഇന്ത്യ ഇറാനിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പ്രതിവർഷം ശരാശരി $100 കോടി വ്യാപാരമാണ് നടക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് $90.78 കോടി ആണെന്നും കണക്കുകൾ പറയുന്നുണ്ട്. അതേസമയം അടുത്തിടെ ചബഹാറിലുണ്ടായ US ആക്രമണത്തിൽ തുറമുഖം സുരക്ഷിതമാണെന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിൽ തുറമുഖത്തെ നിരീക്ഷണ ടവർ തകർന്നതായുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിക്ഷേപ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച തുറമുഖമാണ് ചബഹാറിലേത്. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ചബഹാറിലെ തുറമുഖം സുരക്ഷിതമെന്ന് സ്ഥിരീകരിച്ചത്. പാകിസ്ഥാന്റെ സഹായം കൂടാതെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് വ്യാപാരം നടത്താൻ ഇന്ത്യക്ക് ചബഹാറിലൂടെ കഴിയും. പാകിസ്ഥാനുമായി ഇപ്പോൾ ഒരു നല്ല ബന്ധമല്ല അഫ്ഗാനുള്ളത്. അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. തങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്ന ഭീകരർക്ക് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം മണ്ണൊരുക്കുന്നുവെന്ന് പാകിസ്ഥാൻ ദീർഘകാലമായി ആരോപിക്കുന്നുണ്ട്. എന്നാൽ താലിബാൻ ഭരണകൂടം ഈ ആരോപണം നിരന്തരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നുവെങ്കിലും മാസങ്ങൾക്കകം അത് തകരുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലും മാർച്ചിലും ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ അതിർത്തി സംഘർഷങ്ങളും വ്യോമാക്രമണങ്ങളും നടന്നിരുന്നു. ഈ അസ്ഥിരമായ സാഹചര്യത്തിൽ താലിബാൻ സർക്കാർ ഇന്ത്യയുമായി അടുക്കുന്നത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികരണമായാണ് നിരീക്ഷകർ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.